ഹലോ മൈ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളെ ചാനൽ ബാനർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ട നമ്മൾ ചാനൽ നെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. എങ്ങനെയാണ് ഹാൻഡിൽ നെയിം, എന്താണ് ഹാൻഡിൽ നെയിം, എങ്ങനെയാണ് ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യേണ്ടത്, പിന്നെ ചാനൽ നെയിം എങ്ങനെ സെലക്ട് ചെയ്യണം. ചാനൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ നെയിമിനുള്ള ചാനൽ, നമ്മളുടെ ചാനലിൻ്റെ നെയിം ഉണ്ടാവുമല്ലോ, ആ ചാനലിൻ്റെ നെയിമുള്ള ചാനൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നെയിമിന് പ്ലേ ബട്ടൺ കിട്ടൂല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്നും വേണ്ട. നമ്മളിടുന്ന നെയിം, നമുക്ക് ഇഷ്ടപ്പെട്ട നെയിം, കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടത് പറഞ്ഞുതരാം. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ ഇങ്ങനെ ബാനർ സെറ്റ് ആക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോട്ട് പോയാലോ, ഇങ്ങോട്ട് വലിക്കാതെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടാനും മറക്കരുത്. ഇപ്പോൾ കാഴ്ച നേരെ ക്യാമൻ്റെ ആപ്പ് ഓണാക്കുക, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഡൗൺലോഡാക്കുക. ഇതിൽ പോയിക്കാണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ബാനർ അടിക്കുക. യൂട്യൂബ് ബാനർ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ടംബ്നെയിൽസ് വരും, ഇഷ്ടം പോലെ വരും. ഇത് കണ്ടാൽ തന്നെ തോന്നും ഇത് ഏതായിരിക്കും, കൺഫ്യൂഷനായിരിക്കും, അത്രയും ഉണ്ടാവും. പിന്നെ അതിലൊന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഉണ്ടാവും, താഴത്ത് ഇടത്ത ഭാഗത്ത് അതിൽ ടച്ച് ചെയ്യാണ്. അത് മൊത്തമായിട്ട് ഒഴിവാക്കാനും ഉണ്ടാക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ തിരുത്താനും പറ്റുന്നതായിരിക്കും. ഞാൻ ഏതായാലും ഇവിടെ ചാനലിൻ്റെ നെയിം സെലക്ട് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ യൂട്യൂബിൽ പോയിക്കാണ്ട് നമ്മൾ ഇടേണ്ട ചാനലിൻ്റെ നെയിം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യണം. അത് ഞാനിപ്പോൾ സെർച്ച് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇടുന്ന നെയിം ബാവ ടെക് മലയാളം ഇടുന്നുണ്ട്, പിന്നെ യുവർ ടെക് മലയാളം, 2 നെയിമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മനുഷ്യന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഓർമ്മയിൽ നിൽക്കണം, അങ്ങനത്തെ പേരിടണം. പിന്നെ ബാവ ടെക് മലയാളം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഹലോ ചെയ്യുന്നുണ്ട്. പിന്നെ സെർച്ച് ചെയ്യുന്നത് യുവർ ടെക് മലയാളം എന്നാണ്. അത് ഒന്നുകൂടി ഒരു മനുഷ്യന് മനസ്സിൽ നിൽക്കുന്ന ഒരു പേരായതുകൊണ്ട് അതാണ് സെർച്ച് ചെയ്യണത്. ആ ചാനൽ ഒരു 1 lakh അടിച്ച ചാനലുണ്ടോ ആദ്യം നോക്കണം, ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ പേര് ഇതിലില്ല. ഉള്ള ചാനൽ 121 സബ് ഉള്ളൂ, അത് നിർത്തിപ്പോയ ചാനലാണ്. അപ്പോൾ ഈ നെയിമിൽ നമ്മൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ നെയിം സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ക്യാൻവ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കുകയാണ്. ആദ്യം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെ നെയിം സെലക്ട് ആക്കണം, ഹാൻഡിൽ നെയിം എങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും യുവർ ടെക് മലയാളം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അത് കോപ്പി പേസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ചാനൽ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ടെംപ്ലേറ്റ്സിൽ പോയിക്കാണ്ട് എഡിറ്റ് ചെയ്യുക. അതിൽ എഡിറ്റ് ഓപ്ഷൻ കുറേ കാര്യങ്ങളുണ്ട്, അത് അതിൽ തന്നെ ഉണ്ടാകും. എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഈ ഡെസ്ക്ടോപ്പ് ടൈപ്പില്ലേ അതിൽ കൊള്ളണം. എന്നിട്ട് നമ്മൾ ചാനൽ നെയിം എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഇവിടെ 14 ഡേയ്സിന് ശേഷം മാത്രമേ, ഒരു നെയിം ഇട്ട് 14 ഡേയ്സിന് ശേഷം മാത്രമേ നമ്മൾ പേര് മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ മാറ്റാതിരിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം നമ്മൾ 14 ദിവസത്തിനുള്ളിൽ 5 പേര്, നമ്മൾ 5, 6, 7, 8 അല്ലെങ്കിൽ ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോ അയാൾക്ക് പിന്നെയും കാണാൻ തോന്നിയാൽ ഈ നെയിം ഇവിടെ സെർച്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ അത് മാറ്റി കളിച്ച് കഴിഞ്ഞാൽ അയാൾ സെർച്ച് ചെയ്യുമ്പോൾ അയാൾക്ക് ആ നെയിം അവിടെ കിട്ടൂല. അത്യാവശ്യമാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. മാറ്റുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക, ആ നെയിം മാറ്റുന്ന നെയിം ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക.
ഹാൻഡിൽ നെയിം ഇടുമ്പോൾ സ്പേസോ കാര്യങ്ങളോ ഇടരുത്, അറ്റിടാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ചാനലിൻ്റെ ബാനർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ബൈ.